ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ ലൈക്ലി ടു ബി. ലൈക്ലി എന്നാൽ സാധ്യതയുള്ളത്, ലൈക്ലി ടു ബി എന്ന് പറഞ്ഞാൽ ആകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു കാര്യം പറയുമ്പോൾ, ഫ്യൂച്ചറിൽ നടക്കാനിടയുള്ളൊരു കാര്യം പറയുമ്പോൾ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയില്ലേ, അതിനാണ് ലൈക്ലി ടു ബി ഉപയോഗിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. ആദ്യം ലൈക്ലി ടു ബി കഴിഞ്ഞ് അജക്റ്റീവ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ലൈക്ലി ടു ബി പ്ലസ് അജക്റ്റീവ്. ഹീ ഈസ് ലൈക്ലി ടു ബി സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ അവൻ സക്സസ്ഫുൾ ആകാൻ സാധ്യതയുണ്ട്. ഷീ ഈസ് ലൈക്ലി ടു ബി ഫാറ്റ്, അവൾ തടി വയ്ക്കാൻ സാധ്യതയുണ്ട്, തടിയുള്ളവളാകാൻ സാധ്യതയുണ്ട്. ഷീ ഈസ് ലൈക്ലി ടു ബി ഒബീസ്, ഒബീസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ്. അപ്പോൾ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ ലൈക്ലി ടു ബി ഉപയോഗിക്കുന്നത്. ഇവിടെ ലൈക്ലി ടു ബി കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചത് അജക്റ്റീവാണ്, നാമവിശേഷണം. ഫാറ്റ്, ഒബീസ്, സക്സസ്ഫുൾ എന്നൊക്കെ പറയുന്നത് അജക്റ്റീവാണ്. അപ്പോൾ ലൈക്ലി ടു ബി കഴിഞ്ഞ് നമുക്ക് അജക്റ്റീവ് ഉപയോഗിക്കാം. ഇവിടെ ഹീ, ഷീ എന്നൊക്കെയാണ് എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞ സബ്ജക്ട്സ്. ഹീ ഈസ് ലൈക്ലി ടു ബി, ഷീ ഈസ് ലൈക്ലി ടു ബി എന്നാണ് ഉപയോഗിച്ചത്. ഹീ, ഷീ ഇതല്ലാതെ വേറെയും സബ്ജക്റ്റുകളുണ്ടല്ലോ. എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് ഉപയോഗിക്കാം. ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഐ ആം ലൈക്ലി ടു ബി സക്സസ്ഫുൾ എന്ന് ഉപയോഗിക്കുക. യു ആർ ലൈക്ലി ടു ബി സക്സസ്ഫുൾ. വി ആർ ലൈക്ലി ടു ബി സക്സസ്ഫുൾ. ദേ ആർ ലൈക്ലി ടു ബി സക്സസ്ഫുൾ. അതുപോലെ ഏത് പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിലും ആർ ലൈക്ലി ടു ബി സക്സസ്ഫുൾ എന്ന് ഉപയോഗിക്കാം. ഇനി ഹീ, ഷീ അതുപോലെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഈസ് ലൈക്ലി ടു ബി തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അജക്റ്റീവ് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ലൈക്ലി ടു ബി കഴിഞ്ഞിട്ട് നൗൺ ഫ്രേസസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നൗൺസ് ഉപയോഗിക്കാം. എക്സാമ്പിൾ, ഹീ ഈസ് ലൈക്ലി ടു ബി എ ലീഡർ, അവനൊരു ലീഡറാകാൻ സാധ്യതയുണ്ട്. ഷീ ഈസ് ലൈക്ലി ടു ബി എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടർ ആകാൻ സാധ്യതയുണ്ട്. ഹീ ഈസ് ലൈക്ലി ടു ബി ദ ചെയർപേഴ്സൺ ഓഫ് ദാറ്റ് കമ്മിറ്റി, അദ്ദേഹം ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ലൈക്ലി ടു ബി കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് നൗൺ ഫ്രേസസ് ആണ്. എ ഡോക്ടർ, ദ ചെയർപേഴ്സൺ എന്നൊക്കെ പറയുന്നത് നൗൺ ഫ്രേസസ് ആണ്. ഇനി ലൈക്ലി ടു ബിയുടെ വേറൊരു ഉപയോഗം ലൈക്ലി ടു ബി പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ് ആണ്. V3 ഫോം ഓഫ് ദ വേർബ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അത് പാസീവ് വോയിസ് സെൻറ്റൻസുകളിലാണ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഓബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ. ഫോർ എക്സാമ്പിൾ, ദ തീഫ് ഈസ് ലൈക്ലി ടു ബി അറസ്റ്റഡ്. ഇവിടെ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആ കള്ളൻ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ദ തീഫ് ഈസ് ലൈക്ലി ടു ബി അറസ്റ്റഡ്. ഇവിടെ ലൈക്ലി ടു ബി കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് അറസ്റ്റഡ്. അറസ്റ്റഡ് എന്നത് അറസ്റ്റ് എന്ന വാക്കിൻ്റെ, അറസ്റ്റ് എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ്. അറസ്റ്റ് V1 ഫോം, അറസ്റ്റഡ് V2 ഫോം, അറസ്റ്റഡ് V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ആ കള്ളൻ പിടിക്കപ്പെടും. ആ കള്ളനെ ആരെങ്കിലും പിടിക്കും എന്നല്ല പറയുന്നത്, ആ കള്ളൻ പിടിക്കപ്പെടും. അപ്പോൾ അത്തരം സെൻറ്റൻസുകളിൽ നമുക്ക് ലൈക്ലി ടു ബി ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേറൊരു സെൻറ്റൻസ്, ദ എക്സാം ഈസ് ലൈക്ലി ടു ബി പോസ്റ്റ്പോൺഡ്. എക്സാം പോസ്റ്റ്പോൺ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പോസ്റ്റ്പോൺ ചെയ്യപ്പെടുക എന്നാണ്. അപ്പോൾ പാസീവ് വോയിസിലെ ഒരു സെൻറ്റൻസ് ആണത്. ആരാണ് പോസ്റ്റ്പോൺ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ പോസ്റ്റ്പോൺ എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ് പോസ്റ്റ്പോൺഡ്. പോസ്റ്റ്പോൺ എന്നത് V1 ഫോം, പോസ്റ്റ്പോൺഡ് എന്നത് V2 ഫോം, അതുപോലെ തന്നെ V3 ഫോം പോസ്റ്റ്പോൺഡ് എന്ന് തന്നെയാണ്. അപ്പോൾ എക്സാം നീട്ടിവെക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ദ എക്സാം ഈസ് ലൈക്ലി ടു ബി പോസ്റ്റ്പോൺഡ്. ഇനി വേറൊരു എക്സാമ്പിൾ, ദ ബോയ്സ് ആർ ലൈക്ലി ടു ബി പണിഷ്ഡ്. ആ ബോയ്സ് ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ചില കാര്യങ്ങളൊക്കെ അവരുടെ ആക്ടിവിറ്റീസും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അവർ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആരാണ് ശിക്ഷിക്കുന്നതെന്നല്ല പറയുന്നത്, ആ ബോയ്സ് ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ലൈക്ലി ടു ബി പണിഷ്ഡ്, അവിടെ പണിഷ്ഡ് എന്നാണ് ഉപയോഗിച്ചത്. പണിഷ്ഡ് എന്നത് പണിഷ് എന്ന വേർബിൻ്റെ V3 ഫോമാണ്.
പിന്നെ ദ ബോയ്സ് ആർ, കാരണം നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു സബ്ജക്റ്റ് അനുസരിച്ച് അത് മാറ്റണം എന്ന്. ഈസ് ആണോ ആർ ആണോ എന്ന് തീരുമാനിക്കേണ്ടത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ദ ബോയ്സ് ആർ ലൈക്ലി ടു ബി എന്ന് പറഞ്ഞത്. അതല്ല ദ ബോയ് എന്നായിരുന്നെങ്കിൽ ദ ബോയ് ഈസ് ലൈക്ലി ടു ബി പണിഷ്ഡ് എന്നാണ് പറയേണ്ടത്. ഹീ ഈസ് ലൈക്ലി ടു ബി എലക്റ്റഡ്. എലക്റ്റ് ചെയ്യപ്പെടുക എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, തിരഞ്ഞെടുക്കപ്പെടുക. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ എലക്റ്റഡ്, അപ്പോൾ അത് V3 ഫോം ഓഫ് എലക്റ്റ് ആണ്. ഇതുപോലെയുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കി നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക സബ്ജക്റ്റ് അനുസരിച്ചിട്ട് ഇത് മാറ്റണമെന്നുള്ളത്. അതായത് ഈസ് ആണോ ആം ആണോ ആർ ആണോ. ഇനി ഇത് തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കാം. പാസ്റ്റ് ടെൻസ് ഫോമിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈസിന് പകരം വാസ് ഉപയോഗിക്കാം, ആർ എന്നതിന് പകരം വേർ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ദ ബോയ് ഈസ് ലൈക്ലി ടു ബി പണിഷ്ഡ്. ദ ബോയ് ഈസ് ലൈക്ലി ടു ബി പണിഷ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഈസ് ആണ് ഉപയോഗിച്ചത്. അത് പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ആ ബോയ് ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതേസമയം ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് പറയുന്നതെങ്കിലോ ദ ബോയ് വാസ് ലൈക്ലി ടു ബി പണിഷ്ഡ്, അവിടെ നമ്മൾ വാസ് ഉപയോഗിച്ചു. അതേപോലെ തന്നെ ബോയ്സ്, ദ ബോയ്സ് ആർ ലൈക്ലി ടു ബി പണിഷ്ഡ്, ആ ബോയ്സ് ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പ്രസൻറ്റ് ടെൻസിലെ സെൻറ്റൻസ് ആണ്. അതേസമയം നമുക്കതിനെ പാസ്റ്റ് ടെൻസ് ആക്കണമെങ്കിലോ ദ ബോയ്സ് വേർ ലൈക്ലി ടു ബി പണിഷ്ഡ് എന്ന് ഉപയോഗിക്കുക. അപ്പോൾ ആ ബോയ്സ് ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു എന്നായി. അപ്പോൾ ലൈക്ലി ടു ബി എന്നതിൻ്റെ ഉപയോഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അല്ല, ഇത്തരം സെൻറ്റൻസസ് കൂടുതൽ ഉണ്ടാക്കി നോക്കുക. സബ്ജക്റ്റ് അനുസരിച്ച് ഈസ് ആണോ ആർ ആണോ ആം ആണോ വാസ് ആണോ വേർ ആണോ എന്നൊക്കെ തീരുമാനിക്കുക.